ഡിയർ ഫ്രണ്ട്സ്, പാലി സെൻസറി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു കാഴ്ചയില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് സൂചിയിൽ നൂല് കോർത്തത് എന്ന്. ഇവിടെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിലെത്തിയിട്ടുള്ളത്. ഞാൻ സൂചിയിൽ നൂല് കോർത്തു പോയി, ഇനി എനിക്കിത് തുന്നണം. അപ്പോൾ എങ്ങനെ കാഴ്ചയില്ലാത്ത വ്യക്തി തുന്നുന്നു അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നു സൂചിയും നൂലും ഉപയോഗിച്ച്? ഇവിടെ എങ്ങനെയാണ് സെൻസറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അതിന് മുമ്പൊരു കാര്യം, നിങ്ങളെല്ലാവരും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. നിങ്ങൾ പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾ പറയുന്ന എന്തും കാഴ്ചയില്ലാതെ മറ്റു സെൻസറി ഓർഗൻ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ എൻ്റെ ഒരു പഴയൊരു ഷർട്ടാട്ടോ. ഈ ഷർട്ടിൻ്റെ പ്രത്യേകത, 2 ബട്ടൺസ് ഇതിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ സൂചിയിൽ നൂല് കോർത്ത സ്ഥിതിക്ക് ഈ ബട്ടൺസ് ഞാനൊന്ന് തുന്നിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇതാ ഇവിടെ 2 ബട്ടൺസ് ഇവിടെ നമ്മൾ തൊട്ടാൽ തന്നെ അറിയാൻ പറ്റും, നമുക്ക് സ്പർശനശേഷിയിലൂടെ അറിയാൻ പറ്റും. ഇവിടെ ഒരു ബട്ടൺസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവിടെയും ഒരു ബട്ടൺസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഭാഗത്ത് ഞാൻ 2 ബട്ടൺസ് തുന്നിപ്പിടിപ്പിക്കുകയാണ്. ഒരു വട്ടം തുന്നി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ 2 ബട്ടൺസ് ആയിരുന്നു നഷ്ടപ്പെട്ടിരുന്നത്. ആ 2 ബട്ടൺസും ഞാൻ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിയിൽ നൂല് കോർത്തു, ആ നൂല് ഉപയോഗിച്ചു 2 ബട്ടൺസ് നമ്മൾ തുന്നിപ്പിടിപ്പിച്ചു. അപ്പോൾ ഇനി പറയൂ, സൂചി കോർക്കാനും ബട്ടൺസ് തുന്നാനും കാഴ്ചയുടെ ആവശ്യമുണ്ടോ? ഇവിടെ നമുക്ക് സെൻസറി സബ്സ്റ്റിറ്റ്യൂഷൻ സാധ്യമല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്.